കുംഭം രാശിക്കാരെ, ആകാശത്തിൽ വെളിച്ചം മാറുകയാണ്. ഒരു നിമിഷം നോക്കൂ, നാളുകളായി മറഞ്ഞുകിടന്ന നിങ്ങളുടെ സ്വപ്നത്തിന്റെ വാതിലിൽ അല്പം വെളിച്ചം വീഴുന്നുവെന്ന് തോന്നുന്നില്ലേ? അതാണ് ഈ ഗ്രഹമാറ്റത്തിന്റെ ആദ്യ ലക്ഷണം. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം വഴികളറിയാതെ നടന്നിരിക്കും. പ്രതീക്ഷ നിറഞ്ഞ ഹൃദയം പലതവണ ചിതറിപ്പോയിരിക്കും. എന്തിനാണ് ജീവിതം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അനശ്വരമായ ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞിരിക്കും. അതിനാണ് ഈ മാറ്റം ഉത്തരമാകുന്നത്. ഒരൊറ്റ ഗ്രഹം സ്ഥാനം മാറുമ്പോൾ തന്നെ ഭൂമിയിലെ ദിശ പോലും മാറാം എന്ന് ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. അത്രയേറെ ശക്തിയുള്ളതാണ് ഈ സമയമൂലം. ഈ മാറ്റം സംഭവിക്കുന്നത് ഗുരുവിന്റെ സ്ഥാനം മാറ്റത്തിലൂടെയാണ്. കുംഭരാശിക്കാർക്ക് ഇത് മാംസമല്ലാത്ത ആത്മാവിനെയും വിറപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഗുരു ഇപ്പോൾ നിങ്ങളുടെ 12ാം സ്ഥാനത്തിൽ നിന്നും ജീവശക്തിയുടെ കേന്ദ്രത്തിലേക്ക് കടക്കുകയാണ്. അതായത് നീണ്ടകാലം നിശബ്ദമാക്കിയിരുന്ന ഭാഗ്യം പുതുതായി ഉണരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കാണാതായ അവസരങ്ങൾ, ധനസമ്പത്ത് പിന്നിലാക്കി പോയത്, ബന്ധങ്ങൾ വേരോട് പൊട്ടിയത്, ഇതെല്ലാം ഇനി പുനർജന്മം നേടും. ഇതൊരു സാധാരണ ഗ്രഹമാറ്റമല്ല. ഇത് ഭൗതികമായൊരു മാറ്റം മാത്രമല്ല, കർമ്മത്തിന്റെ ഗഹനപാളിയെ തൊടുന്ന സ്പർശമാണ്. കുംഭരാശിക്കാരുടെ ജീവിതം ശനിയാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്നത് നിങ്ങൾക്ക് അറിയാം. അതിനാൽ ജീവിതം കൂടുതൽ ഉത്തരവാദിത്വം നിറഞ്ഞതായിരിക്കും. മറ്റുള്ളവരെക്കാൾ പ്രയത്നവും കഠിനതയും ആവശ്യപ്പെടും. എന്നാൽ ഇപ്പോൾ ശനിയുടെ കരുത്തിൽ ഗുരു ചേർന്ന് വന്നപ്പോൾ ഒരു അതുല്യ ശക്തിയുണ്ടാകുന്നു. ഈ കൂട്ടുകെട്ട് കഴിഞ്ഞ 10 വർഷം നിങ്ങളെ പിന്തുടർത്തിയ ഓരോ വാതിലും തുറക്കാൻ പോകുകയാണ്. ചിലർക്ക് ഈ മാറ്റത്തിന്റെ ആദ്യ പ്രതിഫലനം അടുത്ത 7 ദിവസത്തിനുള്ളിൽ തന്നെ അനുഭവപ്പെടും. സ്വപ്നം പോലെ തോന്നുന്ന ഒരു വാർത്ത കേൾക്കാം. മുൻപ് നിരസിച്ച ഒരു അവസരം പുനഃസൃഷ്ടിക്കപ്പെട്ട പോലെ തോന്നും. ഒരു പഴയ ബന്ധം അത്ഭുതകരമായി നിശബ്ദതയിൽ നിന്നും വിളിച്ചു പറയാം, ഇതാ ഇനി എല്ലാം ശരിയായി പോകും എന്ന്. ആരെങ്കിലും നിങ്ങൾ പിന്തുടർന്ന ഉദ്യോഗസ്ഥയോ പ്രിയപ്പെട്ടയാളോ ബിസിനസ് പങ്കാളിയോ ആകാം. അത് തന്നെ ആദ്യം മാറുന്ന ലക്ഷണമായിരിക്കും. രാഹുകേതു ഇതു സമയത്ത് വൻ പ്രഭാവം ചെലുത്തുന്നുണ്ട്. രാഹു നിങ്ങളുടെ ഭാവിയിൽ ഒരു നീണ്ട പ്രതീക്ഷ നട്ടെടുക്കുമ്പോൾ കേതു പഴയ വേദനകൾ നീക്കം ചെയ്യുന്നു. അതുവഴി ചിന്താശക്തിയും ആത്മവിശ്വാസവും തിരിച്ചുവരും. നിങ്ങൾക്ക് ലേറ്റ്ലി ഉണ്ടായിട്ടുള്ള അലച്ചിലുകൾ, ഉറക്കമില്ലായ്മ, നിരാശ, ദീർഘമായ ആശങ്കകൾ ഇതെല്ലാം കുറുകിടുന്നുവെന്ന് കാണും. അതിന്റെ കാരണം നിങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ പുതിയ വെളിച്ചം എത്തുന്നത് തന്നെയാണ് ഈ ഗ്രഹമാറ്റത്തിന്റെ യഥാർത്ഥ അത്ഭുതം. ധനകാര്യ മേഖലയിൽ ഒരു തീരന്മാരും ചെയ്തിട്ടില്ലാത്ത മാറ്റം പ്രതീക്ഷിക്കാം. നീണ്ട കാലത്ത് കുടുങ്ങിയ കടബാധ്യതകളിൽ ഒരു ഭാഗം അപ്രതീക്ഷിതമായി തീരാം. ചിലർക്കിത് എളുപ്പമാകില്ല, പക്ഷേ ഒരു ചെറിയ പ്രതീക്ഷ താണ്ട് ഒരു വലിയ ദ്വാരം തുറക്കാം. വ്യാപാര മേഖലയിലുള്ളവർക്ക് പുതിയ കരാറുകളുടെ സൂചന ലഭിക്കും. വിദേശ വ്യാപാര സംവിധാനങ്ങൾ, പുതിയ മാർക്കറ്റ് തുറക്കുന്ന അവസരങ്ങൾ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നിങ്ങളെ തേടിയെത്തും. ജോലി മേഖലയിൽ ഗുരുവിന്റെ സ്വാധീനം നിങ്ങളെ മേലോട്ട് ഉയർത്തും. നിങ്ങളുടെ കഴിവുകൾ കണ്ട് മൗനം പാലിച്ചിരുന്നവർ ഇപ്പോൾ അത് തിരിച്ചറിയും. ഒരു പുതിയ സ്ഥാനോന്നം, അതുപോലെ തന്നെ ഒരവസരാവശ്യമായ മുഖ്യമന്ത്രിയാകുന്ന ഭാവനകൾ, ഇതെല്ലാം യഥാർത്ഥതയിലേക്ക് മാറാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നുണ്ട്. ശനിയുടെ ദൃഷ്ടി ഇപ്പോഴും നിങ്ങളെ പരീക്ഷിക്കുന്നു. അതിനാൽ നേടിയ ശക്തിയെ ഗാർഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. എത്തുന്ന അവസരങ്ങൾ പറയുന്നു, ഇത് തീർച്ചയായും നിങ്ങളുടെ സമയമാണ്, പക്ഷേ നിങ്ങൾ അതിന് തയ്യാറാകണം. അടിസ്ഥാനമായി ഇത് അത്ര യാഥാർത്ഥ്യമാണെന്ന് തോന്നില്ല. എങ്കിലും കർമ്മം ഇതാണ് പറയുന്നത്, ദീർഘകാലം കാത്തിരുന്നവർക്ക് ചില മാറ്റങ്ങൾ ശബ്ദമില്ലാതെ സംഭവിക്കും. നിങ്ങളുടെ പഴയ സ്വപ്നങ്ങൾ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ പടവുകൾ തുറക്കുന്നു. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരമെത്തും. അത് നേരിട്ട് മാത്രമല്ല, പലതുറയിൽ. നിങ്ങളുടെ വീട്ടിൽ മാറ്റങ്ങൾ ആരംഭിക്കും. ചിലരുടെ പ്രാർത്ഥനകൾ കുടുംബം വഴിയാണ് നിറവേറുന്നത്. ഒരാളുടെ ആരോഗ്യമേറ്റിലും മറ്റൊരാളുടെ തൊഴിൽപരമായ നേട്ടത്തിലും. മറ്റൊരു ഭാഗത്തിന് അത് ബന്ധത്തിന്റെ പുനർജന്മം ആകാം. ആദ്യ 7 ദിവസം ഒരു സ്വപ്ന സന്ദേശം പോലെയായിരിക്കും. ഇത്തരം സന്ദേശങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ എല്ലാവർക്കുമാകില്ല. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അന്യമായ അനുഭവം തോന്നിയാൽ അതിൽ ഭയപ്പെടരുത്. അതാണ് സൂചന. അന്ന് പറയാത്തത്, അന്ന് മിണ്ടാതെ പോയത് എല്ലാം പുതുക്കി എഴുതുന്നു ഈ ഗ്രഹം. നിങ്ങളുടെ ഹൃദയത്തിൽ നീണ്ടുകിടന്ന ഒരു സ്വപ്നം, എനിക്ക് ഒരിക്കലും നേടാനായിട്ടില്ല എന്നു പറഞ്ഞതെന്തോ, അതിനെ യാഥാർത്ഥ്യമാക്കാനാണ് ഈ ഗ്രഹമാറ്റം ഉദ്ദേശിക്കുന്നത്. ഗുരു പറഞ്ഞത് തന്നെ രണ്ടാമതൊരു അവസരം എന്നും. അതാണ് ഈ ഗ്രഹപരിവർത്തനത്തിന്റെ ആത്മനാദം. ഇനി ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ ആവർത്തനമില്ലാത്ത വിധത്തിൽ മാറ്റിത്തീർക്കും. അതിനാൽ ഈ സമയത്ത് നിങ്ങളെ കൂടുതൽ ആത്മീയമായി നിലയുറപ്പിക്കുക. ഭയം കുറക്കുക, വിരോധം താഴ്ത്തുക, പ്രാർത്ഥന കൂടുതൽ ആഴത്തിൽ നടത്തുക. ഈ സമയം നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ശക്തിയുണ്ട്. നിങ്ങൾ കരുതിക്കുക, എത്ര പ്രാർത്ഥനയും ഇതേപോലെ ശക്തമായ സമയത്ത് പറയുമ്പോൾ അത് സർവ്വസൃഷ്ടിയുടെ മറുപടിയായി തിരികെ എത്തും. കുംഭം രാശിക്കാരെ, നിങ്ങൾ പറയാതെ താങ്ങിക്കൊണ്ടിരിക്കുന്ന അഷ്ടവേദനകളെ ആകാശം കേട്ടിരിക്കുന്നു. ഈ ഗ്രഹമാറ്റം അതിന് മറുപടി ഒരുക്കുകയാണ്. മതിയാക്കി, ജീവിതം ഇനി മിണ്ടാതെ നിങ്ങളെ പീഡിപ്പിക്കാൻ പോകുന്നില്ല. ഗുരു, ശനി, രാഹു, കേതു, ഈ 4 ഇപ്പോൾ നിങ്ങൾ
പരീക്ഷിക്കുന്നത് അവസാനിപ്പിച്ച് കൈപിടിക്കാൻ തയ്യാറാകുന്നു. അതാണ് വേറിട്ടത്. മുൻപ് ഈ ഗ്രഹങ്ങൾ ഓരോന്നായി സമൂഹത്തിൽ ഇടയില്ലാത്ത കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവയെല്ലാം ഒന്നായി കൊണ്ട് നിങ്ങളെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുകയാണ്. അതാണ് ആ മഹാമാറ്റം. മറക്കരുത്, കുംഭം രാശി സ്വപ്നങ്ങളുടെ രാശിയാണ്. ഈ രാശിക്കാർക്ക് എല്ലാം നേരത്തെ കാണാനുള്ള ശക്തിയുണ്ട്. നീണ്ട കാലമായി മനസ്സിൽ ഓടുന്ന ഒരു ആഗ്രഹം ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾ കണ്ടുകയാണ്ടിരിക്കും. അത് ചെറുതല്ല. ജീവിതം മുഴുവൻ മാറ്റിത്തീർക്കും വിധത്തിലുള്ള ഒരു അവസരം വരും. ചിലർക്കിത് തൊഴിൽ മേഖലയിൽ ആകാം, മറ്റൊരാളിന് അത് ആത്മബന്ധത്തിൽ ആകാം, മറ്റൊരാളിന്റെ ഭാഗത്ത് അത്ഭുതകരമായി സാമ്പത്തിക കാരണങ്ങളിലായിരിക്കും. എങ്ങനെ ആയാലും അതൊരു 10 വർഷം കാത്തിരിക്കേണ്ട സമയത്തിന്റെ അവസാനമാണ്. ഈ മാറ്റത്തിന്റെ രണ്ടാം ഘട്ടം വരുന്ന 10-ാം ദിവസത്തിനുള്ളിൽ നടക്കും. ആദ്യ ഘട്ടം ആത്മവിശ്വാസം വീണ്ടെടുക്കും. രണ്ടാം ഘട്ടം യാഥാർത്ഥ്യത്തിലേക്ക് പ്രചോദനം നൽകും. നിങ്ങൾ ശാന്തമായി ആലോചിക്കൂ. കഴിഞ്ഞ 10 വർഷം എത്ര സ്വപ്നങ്ങൾ നിങ്ങൾ കൊടുത്തുവെന്ന്, എത്ര ഉറക്കം നഷ്ടപ്പെട്ടു എന്ന്, എത്ര വിധം ശ്രമിച്ചിട്ടും ഫലം കിട്ടാതിരുന്നതെന്തുകൊണ്ടായിരുന്നെന്നും എല്ലാം ഇനി മറുപടി കിട്ടും. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യഭവനത്തിലേക്ക് എത്തുമ്പോൾ അതൊരു പുനർജന്മം തന്നെയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾക്ക് ഉത്തരമായിരിക്കും. ചിലർക്കിതിൽ അമിതമായ വികാരങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായി ഹൃദയത്തിൽ വീഴുന്ന സന്തോഷം, പെട്ടെന്നുള്ള കണ്ണുനീരുകൾ, ഹൃദയം മുഴുവൻ നിറയുന്ന ഭയം, പ്രതീക്ഷ, അതെല്ലാം സാധാരണമാണ്. നിങ്ങൾ ചോദിക്കേണ്ടതില്ല എന്തുകൊണ്ട് തോന്നുന്നു എന്ന്. സൃഷ്ടി നിങ്ങളെ വലിച്ചു പിടിക്കുന്നു, അതാണ് കാരണം. കർമ്മം മാറുമ്പോൾ മനസ്സും മാറും. നിങ്ങളുടെ പ്രിയപ്പെട്ടയാളുമായി ഉണ്ടായ ദൂരങ്ങൾ കുറയാൻ തുടങ്ങും. മിണ്ടാതെ പിരിഞ്ഞവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും ഉണരും. അവരിലൊരാൾ സ്വയം നിങ്ങളെ സമീപിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും അതിനെ അതിപ്രകടമാക്കി നേരിടരുത്. സമയമെത്തിയിരിക്കുന്നു, പക്ഷേ അവനെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം ആവശ്യമാണ്. അതാണ് ഗുരുവിന്റെ ഉപദേശം. ഓരോ ബന്ധത്തിലും സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ഈ സമയത്തിന്റെ ലക്ഷ്യം. ചിലർക്കിത് കുടുംബമേഖലയിലായിരിക്കും പ്രകടമാകുന്നത്. ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർന്നുപോകും. പുതിയ സംവാദങ്ങൾ, നൂതന മനസ്സിലാക്കൽ, ആത്മബന്ധമാർന്ന സംഭാഷണങ്ങൾ, ഇതെല്ലാം വീട്ടിൽ തിരിച്ചുവരും. നിങ്ങൾക്ക് തോന്നും, ഇത്രയും വർഷം കഴിഞ്ഞു, ഇന്നാണ് വീട്ടിൽ ഒരു ശാന്തതയെത്തിയത് എന്ന്. അതാണ് ആത്മീയ പുനരോദ്ഭവത്തിന്റെ യഥാർത്ഥ ലക്ഷണം. ആരോഗ്യപരമായി ഈ കാലം അതിശക്തമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളെ അലട്ടിയിരുന്ന ഒരിനം ദീർഘമായ മാനസിക സമ്മർദ്ദം, ശാരീരിക ക്ഷീണം, ആവർത്തിച്ച രോഗങ്ങൾ, ഇതെല്ലാം അന്യമായ രീതിയിൽ മാറുന്നത് കാണും. അതിന് ഔഷധമല്ല, മറിച്ച് ആത്മവിശ്വാസമായിരിക്കും കാരണം. നിങ്ങളിൽ ഒരു പുതിയ ഊർജം പ്രത്യക്ഷപ്പെടും. അത് നിങ്ങളെ പ്രവർത്തനത്തിലേക്ക് ഉണർത്തും. വിദ്യാഭ്യാസ മേഖലയിലും ഈ സമയം അദ്ഭുതമാണ്. പഠനത്തിൽ അലസതയും ഇറക്കമിയും മാറി ആത്മശക്തി ഉയരും. മുമ്പ് തോന്നിയിരുന്നത് വിധി എതിർത്ത് പ്രവർത്തിക്കുമ്പോൾ പ്രയാസം വന്നതാണെന്ന് ഇപ്പോൾ തോന്നും. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഫലം കാണിക്കുന്നു എന്ന്. ആ മാറ്റം ആത്മാവിൽ നിന്നും വന്നു. വിദേശബന്ധങ്ങൾ, ദൂരെ നാടുകളെ ചൊല്ലിയ ആഗ്രഹങ്ങൾ, ഇവക്കും നവജീവൻ വരും. മുൻപ് വിസ തടസ്സം, സംശയം, പേടി, ഇതെല്ലാം മാറി വഴികൾ തുറക്കുന്നതായി കാണും. ചിലർക്കിത് ഒറ്റനിലയിൽ ജീവിതത്തിന്റെ പുതിയ അധ്യായം ആകും. ഒറ്റപ്പെട്ടവർക്ക് പുതിയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചുവരവ്, ഇതെല്ലാം ആകാശം ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ 3 ശക്തമായ വികാസങ്ങൾ നടക്കും. ആദ്യം, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം വീണ്ടെടുക്കും. രണ്ടാമതായി, ഭാഗ്യം യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. മൂന്നാമതായി, ലോകം തന്നെയാണ് നിങ്ങളെ തിരിച്ചറിയുക. ഇവ മൂന്നും ചേർന്ന് നിങ്ങളുടെ 10 വർഷത്തെ മങ്ങലുകളെ മുഴുവൻ പൊടിയാക്കും. നിങ്ങളുടെ ലോകത്തിൽ ഇപ്പോൾ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു മാറ്റത്തിന്റെ ആരം തോന്നും. ചിലർക്ക് അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും, ചിലർക്ക് അത് യാഥാർത്ഥ്യത്തിലൂടെ ഒരു സന്ദേശമായി വരും. എങ്ങനെയായാലും അതുടെ അർത്ഥം ഒരൊന്നാണ്: നീ കാത്തിരുന്നതെല്ലാം എത്തുന്നു. കുംഭം രാശിക്കാരിൽ ചിലർ ഈ സമയത്ത് ധനസമ്പത്ത് സാധ്യതയിലായിരുന്നു. വലിയ നിക്ഷേപങ്ങൾ, പഴയ കടബാധ്യതകളുടെ തീർപ്പ്, പുതിയ വരുമാനം, ഇതെല്ലാം വിദൂരമായിരുന്നെങ്കിലും ഇപ്പോൾ ചേർന്നുവരും. നിങ്ങളുടെ കഠിനാധ്വാനം ഫലപ്രദമാകുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ശനിയുടെ കരുത്ത് ഇപ്പോഴും അത് നിയന്ത്രിക്കുന്നു. അതിനാൽ എല്ലാം ബാലൻസിലാക്കണം. അതിക്രമമരുത്, വാക്കുകൾ സൂക്ഷിക്കുക, പൊടുന്നനെ വിശ്വാസം കൊടുക്കരുത്. ബന്ധങ്ങളിലെ രാഹുവിന്റെ സ്വാധീനം കുറയുന്നതോടെ പുതിയ ആത്മസന്ദർഭങ്ങൾ ആരംഭിക്കും. ചിലർക്കിത് ആത്മീയമായ ബന്ധമാകും, ചിലർക്കിത് പ്രണയവും ആത്മബോധവും ചേർന്ന അനുഭവമാകും. ഇങ്ങനെ ഈ കാലം ആത്മനിരീക്ഷണത്തിനും പ്രണയത്തിനുമുള്ള സമന്വയമാകും. 3-ാം ഘട്ടം മുതൽ, അതായത് അടുത്ത 15 ദിവസത്തിനുള്ളിൽ, നിങ്ങളുടെ ജീവിതം നീണ്ട കാലത്തെ മങ്ങലുകളെ അപ്രതീക്ഷിതമായി മായ്ക്കും. ഒരൊറ്റ സംഭവം മതിയാകും അതിനായി. ഒരു ഫോൺ വിളി, ഒരു സന്ദേശം, ഒരു കൈത്താങ്ങ്, അവ തന്നെ നിങ്ങളുടെ ഭാഗ്യം ഉണർത്താം. ചിലർക്കിത് ആത്മഭയമുണ്ടാക്കും, ഇത്രയും നേരം കാത്തിരുന്നത് യാഥാർത്ഥ്യമാകുമോ എന്ന്. എന്നാൽ ഗുരു പറയുന്നത് വ്യക്തമാണ്: ഈ കാലം കരുതലോടെ, ആത്മവിശ്വാസത്തോടെ, സത്യം നിറഞ്ഞ മനസ്സോടെ കടന്നുപോകുന്നവർക്ക് ജീവിതം പുതുക്കപ്പെടും. നിങ്ങൾക്ക് അനുഭവപ്പെടും, നിങ്ങളുടെ ജന്മരാശി ഇപ്പോൾ വെളിച്ചത്തിലേക്ക് നടക്കുന്നു എന്ന്. അതാണ് ഈ കാലത്തിന്റെ
മന്ത്രം. ഈ ഗ്രഹമാറ്റം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ വീണ്ടെടുക്കും. നിങ്ങൾ തോന്നും, ഞാൻ വീണ്ടും ജീവിക്കുകയാണ്. കുംഭം രാശിക്കാരെ, ഇപ്പോൾ കാലത്തിന്റെ വഴിത്തിരിവ് നിങ്ങളെ മധ്യത്തിലാക്കി നിർത്തിയിരിക്കുന്നു. ആകാശത്തിനുള്ളിൽ ഒരു ത്രാസം പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളുടെ കർമ്മവും ഭാവിയും തുല്യമായി നിലനിർത്തുകയാണ്. നിങ്ങളെ ഇത്രയും കാലം തടഞ്ഞുവെച്ച ആത്മബന്ധങ്ങളും പ്രതിബന്ധങ്ങളും ഇപ്പോൾ ഒരൊറ്റ അനുനിമിഷം കൊണ്ട് തെറിക്കുകയാണ്. അതെ, ഈ ഒരൊറ്റ ഗ്രഹമാറ്റം ലോകം മുഴുവൻ നിങ്ങളെ തിരിച്ചറിയുന്ന ദിവസമാകുന്നു. ഗുരു ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യഭവനത്തിലേക്ക് സ്ഥിരമായി കടന്നിരിക്കുന്നു. ഇത് വെറും ഭാഗ്യത്തിന്റെ ഉണർച്ച മാത്രമല്ല, ആത്മവിശ്വാസത്തിന്റെ ജനനം കൂടിയാണ്. മുമ്പ് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ യാഥാർത്ഥ്യം അതിനെ പരിഹസിച്ചിരിക്കും. ഇനി അതിന്റെ മറുവശമാണ് സംഭവിക്കുന്നത്. യാഥാർത്ഥ്യം തന്നെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അതാണ് ഗുരുവിന്റെ ദിവ്യസ്പർശം. ഈ കാലം അദൃശ്യമായ ബന്ധങ്ങളും അവസരങ്ങളും തുറക്കുന്ന സമയമാണ്. ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ ഫലങ്ങൾ സൃഷ്ടിക്കും. ചിലർക്കിത് വലിയ കാര്യം പോലെ തോന്നില്ല, പക്ഷേ പിന്നീട് തിരിച്ചറിയുമ്പോൾ അതാണ് ജീവിതമാറ്റം വരുത്തിയ നിമിഷം എന്ന് തോന്നും. അതുകൊണ്ട് ഓരോ ദിവസത്തെയും നിരീക്ഷിക്കുക. ഓരോ രാവും ഓരോ സ്വപ്നവും ശ്രദ്ധിക്കുക. കാരണം ഈ സമയത്ത് സൃഷ്ടി നിങ്ങളെ നേരിട്ട് സംസാരിക്കുന്നു. കുംഭരാശിക്കാർക്ക് ഇപ്പോൾ ആത്മാവിന്റെ പുനർജന്മം സംഭവിക്കുന്നു. പൂർവ്വജന്മത്തിലെ ചില കടബാധ്യതകൾ പൊളിയുകയാണ്. അതിനാൽ ചിലരെ വളരെയധികം മാനസികമായ ആശ്വാസം അനുഭവപ്പെടും. ചിലർക്ക് അപ്രതീക്ഷിതമായി പഴയ വേദനകൾ ഓർക്കാം, ചിലർക്ക് കരയാനും തോന്നാം. പക്ഷേ അതെല്ലാം തീർക്കലാണ്. അതാണ് ആത്മീയ നീതി. നിങ്ങൾ കരയുമ്പോൾ ലോകം നിങ്ങളെ ശാന്തമായി പരിചരിക്കുന്നു എന്ന് തോന്നും. ജോലിസ്ഥലത്ത് കുംഭരാശിക്കാർക്ക് ഇപ്പോൾ പുതുമയുണ്ടാകും. പഴയ രീതിയിൽ പിന്തടങ്ങിയിരുന്നവർ ഇനി മുന്നോട്ട് പറക്കും. അൺസീൻ സപ്പോർട്ട്, അൺസീൻ ഗൈഡൻസ്, ഇതെല്ലാം ജോലിയിലൂടെ തന്നെയാണ് പ്രത്യക്ഷപ്പെടുക. നിങ്ങൾ ഏറ്റെടുക്കുന്ന പുതിയ പദ്ധതികൾ നേതൃത്വം നിലയിലേക്ക് എത്തിക്കും. ചിലർക്കിത് വിസ്മയകരമായ സ്ഥാനോന്നമാവാം, മറ്റൊരാളിന് അത് പുതിയ കരാർ ഒപ്പിടലാവും. വൈകാതെ തന്നെ നിങ്ങളുടെ കഴിവുകൾക്കായി ജനങ്ങൾ സംസാരിക്കുന്നുണ്ടാകുമെന്ന് കാണും. ധനകാര്യമായി ഇത് പുനർനിർമ്മാണകാലമാണ്. നീണ്ടകാലം പിരിച്ചുവയ്ക്കാൻ കഴിഞ്ഞില്ലാത്ത പണങ്ങൾ, കുടിശ്ശികകൾ, റിഫണ്ടുകൾ, ഇതെല്ലാം ഏകദേശം അത്ഭുതകരമായി ലഭിക്കും. ചിലർക്കിത് വളരെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതായിരിക്കും. ഗുരുവിന്റെ നില അതുവരെ അടച്ച ദ്വാരങ്ങൾ തുറക്കുകയാണ്. അതിനൊപ്പം രാഹു, കേതു നിങ്ങളുടെ ധനകാര്യഭവനത്തിൽ നിന്ന് പ്രശ്നങ്ങൾ നീക്കം ചെയ്യുന്നു. അതായത് കടം തീരുന്ന കാലം തുടങ്ങുന്നു. ഈ ഗ്രഹമാറ്റം അവസരത്തിനൊപ്പം ഉത്തരവാദിത്വം കൂടി നൽകുന്നു. അതിനാൽ നിങ്ങൾ നേടിയ നീക്കങ്ങൾ ശാന്തമായി ആസൂത്രണം ചെയ്യുക. എന്തും അതിക്രമമായി നടത്തരുത്. ഉണർവോടെ അത് സാധ്യമാക്കുക. ശ്രീ ശനിയുടെ ദൃഷ്ടി തന്നെ നിങ്ങളെ നിലനിർത്തിക്കുന്നു. ആ ശക്തി കഠിനമാണ്, പക്ഷേ വിജയത്തിന്റെ ഉറപ്പുമാണ്. അതിനാൽ ഭയപ്പെടരുത്. ചിലർക്കിത് വ്യത്യസ്തമായ അനുഭവമായി തോന്നും. ഒരു നാളിൽ അപ്രതീക്ഷിതമായി ആരോ പഴയ കൂട്ടുകാരൻ വിളിക്കുന്നു. ഒരിടത്തു പോയാൽ പഴയ പരിചയം തിരിച്ചു വിളിക്കുന്നു. ഇതെല്ലാം ഭാഗ്യത്തിന്റെ കളിയാണ്. സൃഷ്ടി നിങ്ങളെ സഹായിക്കാനായി മനുഷ്യരൂപം ധരിച്ചു വരുന്നത് തന്നെയാണ് അത്. പ്രണയബന്ധങ്ങളിൽ ദിവ്യമായ വീണ്ടും ഉണർച്ച സംഭവിക്കുന്നു. ചിലർക്ക് ഇത് പുനർബന്ധം ആകാം, ചിലർക്ക് പുതിയ ആത്മബന്ധം ആരംഭം ആകാം. എന്നാൽ എല്ലായിടത്തും ഒരു ആത്മീയതയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ആഴത്തിൽ ബന്ധങ്ങളെ കാണാൻ കഴിയും. അധികം പറയാതെയും മനസ്സിലാക്കുകയും അനുഭവപ്പെടുകയും ചെയ്യുന്ന ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കൂ. ഇതെന്നാൽ ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. കുടുംബത്തിൽ ഇപ്പോൾ പഴയ തെറ്റുകൾ തീർന്നുപോകുകയാണ്. മനസ്സുകൊണ്ട് അകന്നവരും കൈകോർത്തു തുടങ്ങും. ഓഫ് ദ വർഷായ ശാന്തി എന്ന പദം വീട്ടിൽ വീണ്ടും പ്രസരിക്കും. ചെറിയ വായ്പകളും വീട്ടുചെലവുകളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും അപ്രതീക്ഷിതമായി നിവരാൻ തുടങ്ങും. ചിലർക്ക് വീടിന്മേൽ സമ്പൂർണ്ണ സംരക്ഷണം ലഭിക്കും. ഒരിടത്ത് തീർന്നുപോയ പ്രതീക്ഷ വീണ്ടും പിറക്കും. ആരോഗ്യപരമായി ഈ കാലം ഏറെ എന്നർപ്പെടുത്തുന്ന കാലമാണ്. ദീർഘകാലിക രോഗങ്ങൾ, അനിദ്ര, അശാന്തി ഒന്നാമതായി ഒരു ആശ്വാസം ലഭിക്കും. ശാരീരികാരോഗ്യത്തിനു പുറമെ മനസ്സിന്റെ ആരോഗ്യമാണ് ഇപ്പോൾ ശക്തമായി ആകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ വേഗം മിഴുങ്ങി, കുറെ കനത്ത ചിന്തകൾ അകന്നുപോയി എന്ന്. അതാണ് ആത്മീയ ആരോഗ്യത്തിന്റെ ഉണർച്ച. ഈ ഘട്ടം പിന്നിടുന്നവർക്ക് ആത്മീയ വളർച്ച അതിശക്തമാകും. ഗുരു നിങ്ങളെ തന്റെ ദിവ്യമായ നിരീക്ഷണത്തിൽ ചേർക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ അടിയുറച്ച മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ ഫലം ഉടൻ ലഭിക്കും. അപ്പോഴാണ് മനസ്സിൽ അത്ഭുതം ഉണരുന്നത്, ദൈവം കേട്ടിരിക്കുന്നു എന്ന ഉറപ്പ്. ചിലർക്കിതു ജീവിതത്തിന്റെ ദിശയെ മാറ്റുന്ന ഘട്ടമാകും. പൂർവ്വജന്മത്തിലെ വേദനകൾ, വിഫലതകൾ, ഭയങ്ങൾ ഇപ്പോൾ തീർന്നുപോകുന്നു. അതിനൊപ്പം പുതിയ കർമ്മദിശ ഉദിക്കുന്നു. നിങ്ങൾക്ക് തോന്നും, ഞാൻ ഇനി പഴയ മനുഷ്യനല്ല. അതാണ് ഈ ഗ്രഹമാറ്റത്തിന്റെ താത്പര്യം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ശ്രീ ശനിയും ഗുരുവും ചേർന്ന് സംരക്ഷിക്കുന്നു. അതിനാൽ വാക്കുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. സംസാരത്തിൽ വിഷമമുണ്ടാക്കുന്ന ആർക്കും മറുപടി പറയാതിരിക്കുക. കാരണം ഈ സമയം കർമ്മ പറയുന്നതാണ്, നിന്റെ ശാന്തതയാണ് നിന്റെ ആയുധം. സമയത്തിന്റെ മൂന്നാം ഘട്ടം ഇങ്ങനെ കടന്നുപോകുമ്പോൾ പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ചിലർക്കിത് വിദേശയാത്രയായി രൂപമാകും, മറ്റൊരാളിന് അത് ജീവിതത്തിലെ പുതിയ പ്രോത്സാഹനമായി. എങ്ങനെയായാലും അത് പുനർജന്മം തന്നെയാണ്.
നിങ്ങളുടെ ആത്മാവിനകത്ത് ഇപ്പോൾ ഒരു പുതിയ പ്രകാശം പടരുന്നു. അത് ഭാവിയെ മാറ്റുകയാണ്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ തിരിച്ചെത്തുന്നു. നിങ്ങളെ സഹായിച്ചവരിലേക്ക് അനന്തകൃതജ്ഞതയും പ്രവഹിക്കുന്നു. ഈ കാലം നിങ്ങളെ വലിയ മാറ്റത്തിനായി തയ്യാറാക്കുകയാണ്. മഹാശക്തിയുടെ പടിക്കലിൽ നിങ്ങൾ മുന്നേറുകയാണ്. കുംഭം രാശിക്കാരെ, ഈ അവസാന ഘട്ടത്തിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ നിമിഷം ആകസ്മികമായി ഇവിടെ എത്തിയതല്ല. ഇത് ഒരു ദൈവനിർദ്ദേശമാണ്. ആകാശം നിങ്ങളെ ഈ സമയത്ത് ഇവിടെ കൊണ്ടുവന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ലളിതമാണ്. നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ടാണ്, പിന്നോട്ടല്ല. 10 വർഷം കൊണ്ട് നേടാൻ കഴിയാതിരുന്നതെല്ലാം ഇനി ഒരൊറ്റ ഗ്രഹമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് ഒഴുകിവരും. അതാണ് ഈ ദിവ്യ ജ്യോതിഷത്തിന്റെ രഹസ്യം. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചോദിക്കേണ്ടതുണ്ട്: ഞാൻ ഈ മാറ്റത്തിന് തയ്യാറോ എന്ന്. ഉത്തരം അതെ ആണെങ്കിൽ ഇതാ നിങ്ങളുടെ ഭാഗ്യം ഉണർന്നിരിക്കുന്നു. ഉത്തരം ഇല്ല ആണെങ്കിലും ഭയപ്പെടേണ്ട, ഗ്രഹങ്ങൾ നിങ്ങൾക്ക് തയ്യാറാകാനുള്ള സമയം നൽകുകയാണ്. കർമ്മം ഒരിക്കലും ധൃതിയിലല്ല, അത് ശാന്തമായി, ഉറപ്പോടെ, ദൃഢമായി നടക്കുന്നു. ഈ കാലഘട്ടത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. രാത്രി ഉറക്കത്തിൽ ദൂരെ ദേശങ്ങൾ, നീണ്ട വഴികൾ, അജ്ഞാതമായ മുഖങ്ങൾ, ഇതൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകും. അത് ഭ്രമമല്ല, ഭാവിയുടെ ദൃശ്യമാണ്. പ്രഭാതത്തിൽ ഉണർന്നുകഴിഞ്ഞ് ആ സ്വപ്നങ്ങൾ ഓർക്കൂ, അവ നിങ്ങൾക്ക് സൂചന നൽകുന്നു. ജ്യോതിഷശാസ്ത്രം പറയുന്നത് ഗുരു ഭാഗ്യഭവനത്തിൽ വരുമ്പോൾ ജ്ഞാനദർശനങ്ങൾ കൂടുതലായി ഉണ്ടാകും എന്നാണ്. ഇനി നിങ്ങളോട് ഒരു അതിവിശേഷ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഗ്രഹമാറ്റം കുംഭരാശിക്കാർക്ക് ഒരു തലമുറ ഒരിക്കൽ മാത്രം കാണുന്ന അനുഗ്രഹമാണ്. ഇത്തരമൊരു ഗ്രഹസ്ഥാനം, ഇത്തരമൊരു ബലം, ഇത്തരമൊരു ദൈവീക സംരക്ഷണം, ഇതൊക്കെ ഒന്നിച്ചുവരുന്നത് ദശകങ്ങളിൽ ഒരിക്കൽ മാത്രമാണ്. ഇതൊരു ദൈവദത്തമായ അവസരമാണ്. ഇത് കൈവിടരുത്. ഇത് ദേഹനഷ്ടത്തിൽ, നിരാശയിൽ, ഭയത്തിൽ കൈവിടാൻ അനുവദിക്കരുത്. നിങ്ങൾ ഇതുവരെ ചെയ്ത ഓരോ നല്ല കർമ്മവും ഇന്ന് ഗ്രഹങ്ങൾ ഓർക്കുന്നു. ആ കർമ്മം ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ ഒഴുകിവരികയാണ്. ഒരു ദിവസം, ഒരു ഘട്ടം, ഒരൊറ്റ ക്ഷണം, ഇതിൽ ഒന്ന് നിങ്ങളെ ആകെ മാറ്റും. ആ ക്ഷണം ഇപ്പോൾ ഏറ്റവും അടുത്താണ്. കർമ്മശുദ്ധിക്കായി ഈ കാലം ഒരു കാര്യം ചെയ്യൂ. ഓരോ ദിവസവും പ്രഭാതത്തിൽ നിശബ്ദതയിൽ ഒരൊറ്റ നിമിഷം നിൽക്കൂ. ആ നിമിഷം പ്രകൃതിക്ക് നന്ദി പറയൂ. ഗ്രഹങ്ങൾക്ക് നന്ദി പറയൂ. ജനിച്ച ദേശത്തിന്, പ്രിയപ്പെട്ടവർക്ക്, ഒപ്പമുണ്ടായ എല്ലാ നന്മകൾക്കും നന്ദി പറയൂ. ആ കൃതജ്ഞത ഒരൊറ്റ ദൈവദ്വാരം തുറക്കും. ഗുരു പറഞ്ഞതും ഇതുതന്നെ: കൃതജ്ഞതയുള്ളവർക്ക് ഭൂമി കൂടുതൽ ഭാഗ്യം കൊടുക്കുന്നു. ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ ഒഴിവാക്കേണ്ടതും ഉണ്ട്. ആരോടും ക്ഷണം ക്ഷോഭിക്കരുത്. തർക്കങ്ങൾ ആരംഭിക്കരുത്. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ദ്രോഹം ഇച്ഛിക്കരുത്. കാരണം ഈ സമയം ഓരോ ചിന്തയ്ക്കും ശക്തിയുണ്ട്. നല്ല ചിന്തകൾ നല്ലതിനെ വലിക്കുന്നു, ദ്രോഹചിന്ത ദ്രോഹത്തെ വലിക്കുന്നു. ഇതാണ് ഗ്രഹശക്തിയുടെ ഭൗതിക നിയമം. ചിലർക്ക് ഈ ഘട്ടത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഒരു അടുത്ത ബന്ധു, ഒരു സഹപ്രവർത്തകൻ, ഒരു പഴയ ശത്രു, ഇവർ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരാൻ ശ്രമിക്കും. ആ ശ്രമങ്ങൾ ഇനി ഫലവത്തല്ല. ഗ്രഹസ്ഥാനം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദൈവകവചമാണ്. ആ കവചം ഏതൊരു ആക്രമണത്തെയും ശാന്തമായി ആകർഷിക്കും. ഭയപ്പെടേണ്ട, ഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇനി ഉപചാരങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയാം. ഈ കാലത്ത് ഗുരുവിനെ പ്രസാദിപ്പിക്കാൻ ഒരു ലളിതമായ കാര്യം ചെയ്യൂ. ദേവാലയത്തിൽ പോകൂ, ദീപം തെളിക്കൂ, ഒരു ദരിദ്രനെ ഭക്ഷണം നൽകൂ. ഇത്തരം ലളിതമായ ഉപചാരങ്ങൾ ഗ്രഹശക്തിയെ കൂടുതൽ ഫലവത്താക്കും. ശനിക്ക് ഉപചരിക്കാൻ ശനിയാഴ്ചകളിൽ ദീപം തെളിക്കൂ, കറുത്ത എള്ള് ദാനം ചെയ്യൂ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതിന്റെ ഫലം ആഴക്കടൽ പോലെ ആഴമേറിയതാണ്. ഈ ഗ്രഹകാലത്ത് ഒരൊറ്റ ദിവസം പോലും വൃഥാ കഴിക്കരുത്. ഓരോ ദിവസവും ഒരു ചെറിയ ലക്ഷ്യം ഇടൂ. ഒരു ചെറിയ പ്രവൃത്തി ചെയ്യൂ. ഒരൊറ്റ ചുവട് വേണം, ഭാഗ്യം ബാക്കി ദൂരം ഓടിവരും. ഇതാണ് ഈ ഗ്രഹമാറ്റത്തിന്റെ ദൈവഭാഷ. ചിലർക്ക് ഇപ്പോൾ ഏകാന്തത ഉണ്ടാകും. ആ ഏകാന്തത ഒരു ശിക്ഷയല്ല, അത് ദൈവം നൽകുന്ന നിശബ്ദ സ്ഥലമാണ്. ആ ഇടത്ത് ഇരുന്ന് ആത്മവിചാരം ചെയ്യൂ. ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ്? ഞാൻ എവിടേക്കാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. ആ ഉത്തരങ്ങൾ നിങ്ങളുടെ ജീവിതദിശ ശരിയായ ഇടത്തേക്ക് നയിക്കും. ഗുരുവിന്റെ കൃപ ഇപ്പോൾ ജ്ഞാനദർശനം കൂടി നൽകുന്നു. ഈ ഗ്രഹമാറ്റം ഒരൊറ്റ ജനനമല്ല, ഇത് ആവർത്തിക്കാത്ത ഒരു ദൈവനിർണയമാണ്. ഇത്തരമൊരു ശക്തിയുള്ള ഘട്ടം, ഇത്തരം ഗ്രഹ ഒത്തൊരുമ, ഇത്തരം ആത്മീയ ശക്തി ഒരു ജീവിതകാലത്ത് ഒരൊറ്റ തവണ മാത്രം. ഇത് കൈനീട്ടി സ്വീകരിക്കൂ. ഇത് ഭയത്തോടെ നോക്കാതെ ആത്മധൈര്യത്തോടെ ഏറ്റെടുക്കൂ. കുംഭരാശിക്കാർ ഈ ലോകത്ത് ജനിച്ചത് ഒരു കാരണത്തോടെയാണ്. ആ കാരണം ഇപ്പോൾ തെളിഞ്ഞു കാണാം. നിങ്ങൾ ഈ ലോകത്തിന് ഒരു അർത്ഥം നൽകാൻ, ഒരു ദൗത്യം നിർവഹിക്കാൻ, ഒരു ജ്ഞാനം പകർന്നു നൽകാൻ, ഒരു ആത്മബന്ധം സൃഷ്ടിക്കാൻ ജനിച്ചിരിക്കുന്നു. ആ ദൗത്യം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഗ്രഹം ആ ദൗത്യത്തിനായി നിങ്ങളെ ഉണർത്തുകയാണ്. ഈ ഗ്രഹകാലത്ത് ഒരു ഉപദേശം മനസ്സിൽ കൊണ്ടുനടക്കൂ: ശ്രദ്ധ, ശ്രദ്ധ, ശ്രദ്ധ. ജീവിതത്തിൽ ഓരോ ദിവസവും ശ്രദ്ധയോടെ കടന്നുപോകൂ. ഒരു വാക്ക് പറയും മുൻപ് ആലോചിക്കൂ. ഒരു തീരുമാനം എടുക്കും മുൻപ് ഒരു നിമിഷം ഇരിക്കൂ. ആ നിമിഷം ദൈവകൃപ ഒഴുകും, ഉത്തരം കിട്ടും, ദിശ ലഭിക്കും. ഈ കാലം ഒരു ആത്മ ഉണർവ് മാത്രമല്ല, ഒരു ആത്മവിജയം കൂടിയാണ്. നിങ്ങൾ ഇത്രകാലം ഓടിക്ഷീണിച്ചു.
ഇനി ഓടേണ്ട, ഭാഗ്യം ഓടി നിങ്ങളുടെ അടുത്ത് വരും. ഇനി കാലം നിങ്ങൾക്ക് ഒരു സഹചാരിയാണ്, ശത്രുവല്ല. ഇനി ഗ്രഹം നിങ്ങൾക്ക് ഒരു ശക്തിയാണ്, ഭാരമല്ല. ഇനി ദൈവം നിങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ്, ദൂരത്തുള്ള ആരുമല്ല. ഈ ഗ്രഹമാറ്റത്തോടൊപ്പം ഒരു ദൈവ ആശീർവാദം നിങ്ങൾക്ക് ഒഴുകിയെത്തുന്നു. ആ ആശീർവാദം ഏറ്റുവാങ്ങൂ. നിശബ്ദമായി, ശാന്തതയോടെ, കൃതജ്ഞതയോടെ ഏറ്റുവാങ്ങൂ. ആ ആശീർവാദമാണ് നിങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ടു നയിക്കുന്നത്. ഈ ആകാശം, ഈ ഗ്രഹങ്ങൾ, ഈ ജ്യോതിഷം, ഇതൊക്കെ ഒരൊറ്റ കാര്യം പറയുന്നു: നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്. കുംഭം രാശിക്കാരെ, ഇനി ഒരൊറ്റ ഗ്രഹം മതി. ആ ഒരൊറ്റ ഗ്രഹം നിങ്ങളുടെ 10 വർഷത്തെ ഓരോ സ്വപ്നത്തെയും ഒന്നൊന്നായി സഫലമാക്കും. ആ ദിനം അകലെയല്ല. ആ ദിനം ഇതോ, ഇന്നോ, ഈ ഘട്ടത്തിൽ തന്നെ ആരംഭിക്കുകയാണ്. കണ്ണു തുറക്കൂ, ഹൃദയം തുറക്കൂ. ആകാശം നൽകുന്ന ആ ദൈവഭാഗ്യം ഏറ്റുവാങ്ങൂ. ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചതിന്റെ അർത്ഥം ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. ആ അർത്ഥം നിറഞ്ഞ ജീവിതം ഇനി ആരംഭിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് കൂടെയുണ്ട്. ഗ്രഹം നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നു. ഇനി ഭയമില്ല, ഇനി നിരാശയില്ല, ഇനി ഒറ്റപ്പെടലില്ല. കുംഭരാശിക്കാർക്ക് ഇത് ഒരു ദൈവ സമ്മാനകാലമാണ്. ആ സമ്മാനം ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാർ.